ഒരാൾ വൈദിക വിധാനത്തിൽ, ഉദാഹരണം പറയുകയാണ്, ഒരു വൈദിക വിധാനത്തിൽ ഗായത്രിയാദി ഉപദേശം സ്വീകരിച്ച് ഒരാൾ സാത്വികമായി പൂജ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വേറൊരാൾ ഗായത്രിയാദി സ്വീകരണമില്ലാതെ പരമ്പരാഗതമായി ഗുരുവിൽ നിന്ന് ലഭിച്ച മന്ത്രം സ്വീകരിച്ചുകൊണ്ട്, അതുകൊണ്ട് യജ്ഞോപവീതം തുടങ്ങിയവ ഇല്ല, പൂജ ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. ഇതിൽ രണ്ടിലും ഉത്കർഷമോ അപകർഷമോ ഇല്ല. നേരെ മറിച്ച് ഇവന് തോന്നുകയാണ് ഞാനും ഒരു പൂണൂലിട്ടാലേ പൂജാരിയാവുള്ളൂ എന്ന് തോന്നിയാൽ തെറ്റി. അതുകൊണ്ട് ഞാനും ഒരു പൂണൂലിടണം എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. മറിച്ച് എൻ്റെ ഗുരുക്കന്മാർ ഉപദേശിച്ച സമ്പ്രദായത്തിൻ്റെ ശുദ്ധമായ രീതിയിൽ ഞാൻ പൂജ ചെയ്യാം എന്നയാൾ മനസ്സിലാക്കുക വേണ്ട. അപ്പോൾ അവിടെ ഉത്കർഷമോ അപകർഷമോ ഇല്ല. മറ്റേ അപകർഷത ഉണ്ടെങ്കിൽ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, സവർണ അവർണാദി ഭേദങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഒക്കെ ഉണ്ട്. അത് ഉള്ളിൽ നിന്ന് വരുന്ന അപകർഷതാബോധത്തിൽ നിന്ന് വരുന്നതാണ്. മറ്റതതില്ല. മറ്റതെല്ലാം തനത് മഹിമുള്ളതാണെന്ന് മനസ്സിലാക്കും. അതാണ് വേണ്ടത്. വന്യമായിരിക്കുന്നൊരു ഉപാസനാ പദ്ധതിയിൽ നമ്മൾ ഓട്ടുപാത്രത്തിൽ പായസം ഉണ്ടാക്കിയിട്ട് ഭഗവാന് നേദിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന കയ്യാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുക? ആ വനത്തിൽ നിന്ന് കിട്ടുന്ന മൃഗത്തെ പിടിച്ചു കൊണ്ടുവന്ന് വെട്ടി ഭഗവാന് സമർപ്പിക്കും. അതിലെന്താ തെറ്റ്? അത് താഴെയോ ഇത് മുകളിലോ അല്ല, ഇത് താഴെയോ അത് മുകളിലോ അല്ല. ഇതിൻ്റെ മഹത്വം, അതിനതിൻ്റെ മഹത്വം. അതുകൊണ്ട് ഓരോന്നും സ്വാഭാവികമായ എന്താണോ ആ വൃത്തി ഉത്കൃഷ്ടമാണ്.